ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി പൊറോട്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പൊറോട്ടയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ട് പൊറോട്ടയും ബീഫിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയും ബീഫും കഴിക്കാത്തവർ ആരുമില്ല, ചുരുക്കം വരെയുള്ളൂ. എല്ലാവരും നമ്മുടെ കേരളത്തിൽ ദേശീയ ഭക്ഷണം കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊറോട്ടയും ബീഫും എന്നാണ് എല്ലാവരുടെ അടുത്ത് ചോദിച്ചാലും പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിലാണ് കേട്ടോ മൈദ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവ് എന്ന് വെച്ചാൽ ഇത് വലിയതാണ്, 250 ഗ്രാമാണ് കേട്ടോ അത്. അപ്പോൾ അത് ഞാൻ ഒരു പ്ലേറ്റിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. എനിക്ക് മിക്സ് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലൊന്നും ഉപ്പ് ചേർക്കുന്നില്ല, കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൊറോട്ട കുറച്ച് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് 1-1.5 ടീസ്പൂൺ വരെയൊക്കെ ആവാം കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു പാത്രത്തിൽ നല്ലവണ്ണം വെള്ളം തിളച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളമാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, തണുത്ത വെള്ളമൊന്നുമല്ല. നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനാണ് നമുക്കിതിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തി അല്ല, ഇടിയപ്പത്തിന് കേട്ടോ. ചപ്പാത്തി എന്നാണ് വന്നത്. അപ്പോൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കില്ല, ആ ഒരു രീതിയിലാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ അങ്ങനെ കുഴച്ചെടുക്കാം. ഇത് നമുക്ക് പൊറോട്ട എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്നും മടിക്കുന്നൊരു പരിപാടിയാണല്ലേ. ഇത്ര മാത്രം പണിയല്ലേ ഇതൊക്കെ എന്ന് വെച്ചിട്ട് ഒറ്റ പണിയില്ല കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുഴച്ചെടുക്കാനോ ഒന്നിനും പണിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണെങ്കിൽ കേട്ടോ പൊറോട്ട പറഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മക്കളൊക്കെ 4 മണിക്ക് സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് തന്നെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. മൈദ നല്ലതൊന്നുമല്ല, പക്ഷേ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവനെ കളയല്ലേ. അപ്പം നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? സേവനാഴിയിലാണ് കേട്ടോ. സേവനാഴി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം സേവനാഴിയുടെ ഉള്ളിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ടാണ് നമ്മൾ ഇത് പീച്ചി കൊടുക്കാൻ പോകുന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഴയ സേവനാഴിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടാണ് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചായിട്ട് എടുത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഒന്ന് ഓയിലൊക്കെ ആയതുകൊണ്ട് ഒരു ഇത്തിരി വഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റേതൊക്കെയാണെങ്കിൽ നമുക്ക് ഒറ്റ അമർത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇങ്ങനെ കറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എഴുതിയിട്ട് ഇത്തിരി പണിയുണ്ട്. പക്ഷെ നമ്മുടെ പൊറോട്ട പൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലാക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഒന്ന് പിച്ചി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സേവനാഴിയിലൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൽ നൈസായിട്ടുള്ള ചില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ട് ഓരോ ലെയറായിട്ട് കിട്ടും കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് അങ്ങനെ നമ്മുടെ പൊറോട്ട ഇങ്ങനെ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ തന്നെയുള്ള ഓയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും തേക്കുന്നത്. പിന്നെ ഞാൻ ഡിഷിലൊന്നും ഓയിൽ എടുത്തിട്ടില്ല കേട്ടോ. അത് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരുടെയും തേച്ച് കൊടുക്കുന്നത്. നല്ലവണ്ണം എല്ലാവരും ആക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അത് മുങ്ങിക്കിടക്കണം എന്നാണ് പറയുക, ഓയിൽ മുങ്ങിക്കിടക്കണം എന്നാണ് പറയുക. നമുക്ക് നല്ല ലെയറിലൊക്കെ കിട്ടണമെങ്കിൽ. ഞാൻ ഒരുപാടൊന്നും ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരുടെയും ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് അങ്ങനെ പൊറോട്ട നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി 2 പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് പിച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് 1/2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതവിടെ ഒരു ആവറേജ് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പരത്തി എടുക്കണം. ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാൻ വേണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടാണ്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ് ചപ്പാത്തി പരത്തുന്നതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഒന്ന് ആക്കാവുന്നല്ലോ. ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ചിട്ട് തന്നെയാണ് ആക്കുന്നത് കേട്ടോ. അപ്പം ഇതിന് മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഓരോ ലെയറും കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ പൊറോട്ട. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ.
പിന്നെ നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തിയുടെ പലകയുണ്ട്, കോലുണ്ട്, കോല് വെച്ചിട്ടൊന്ന് പരത്തി എടുക്കണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ ഉണ്ട് ലെയറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാം തന്നെ പരത്തി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് അങ്ങോട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു പാൻ ചൂടാവാനായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാൻ ഇതോടെ നമ്മൾ ചൂടായി കിടക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇനി ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കാം കേട്ടോ. എൻ്റെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ്. അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പൊറോട്ട ഒന്ന് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് വശവും നല്ലവണ്ണം നായി കിട്ടണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഈ ഒരു പൊറോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൊതി തോന്നണമെന്ന് വിചാരിക്കേണ്ടേ ഉള്ളൂ കേട്ടോ. സ്പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആരെയും ആശ്രയിക്കേണ്ട, ഇത് കടയിൽ പോയി വാങ്ങിക്കണം എന്നൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ വളരെ സിമ്പിളല്ലേ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നല്ലൊരു കറി, മുട്ടക്കറി, എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊറോട്ടയാണ് ഉള്ളത്. അതല്ല കറി ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതും ഞാൻ പറയാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഈ ഒരു നമ്മുടെ ഈ അടിപൊളി സേവനാഴി പൊറോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ടില്ല, നല്ല ലെയറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ. അപ്പോൾ ഞാനവിടെ കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8 എണ്ണം ഉണ്ട് ഈ ഒരു 250 ഗ്രാം അളവിലുള്ള പൊടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് അങ്ങനെ ഒന്ന് അടിക്കുകയാണ് കേട്ടോ. എനിക്ക് വലിയ അടിയൊന്നും അറിയില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ നമ്മുടെ ഈ പൊറോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്ന് കൂടെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലിപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.